കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിഞ്ഞിറങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ നമുക്ക് തയ്യാറാകും. വിഷാദമകത്ത് വരുമ്പോൾ, വേദനകളകത്ത് വരുമ്പോൾ, സങ്കടങ്ങളകത്ത് വരുമ്പോൾ, ഇനി എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് പോകാൻ ഒരു ദൈവത്തിൽ തയ്യാറാകുമെങ്കിൽ നമ്മുടെ സകല വിഷയങ്ങളും സങ്കടങ്ങളും വേദനകളും സംഘർഷങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരു ദൈവമുണ്ട്. ലോകത്തിൻ്റെ അവസാനത്തോളം അവിടെ നമ്മളോട് കൂടെ ഇരിക്കും. അവിടെ നമ്മളെ കാക്കും, അവിടെ നമ്മളെ പുലർത്തും. ആർക്കും തടയാത്ത വണ്ണം, ആർക്കും പ്രവർത്തിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആ കരം നീട്ടിയാൽ ആർക്കാണ് അതിനെ മറിച്ചു കളയാൻ കഴിയുന്നത്? ദുർബലമാക്കാൻ പറ്റാത്ത അവിടുത്തെ കൽപ്പനകൾ നമുക്ക് വേണ്ടി ഇന്നും വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല. അവിടുന്ന് കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അരുളി ചെയ്താൽ അങ്ങനെ സ്ഥാപിതമാക്കുന്ന. കാരണം യേശു ജീവനോടിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ തന്നെ സ്ഥാപിക്കപ്പെട്ടില്ലേ? റോമാ ഗവൺമെൻറ്, മതശക്തികൾ, അധികാരത്തിൻ്റെ കേന്ദ്രങ്ങൾ, പട്ടാളക്കാർ എല്ലാം ആവുന്നത്ര ശ്രമിച്ചില്ലേ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ? പക്ഷെ കർത്താവ് പറഞ്ഞത് സ്ഥാപിക്കുന്ന ദൈവമാണ്. 3-ാം ദിവസം അവിടുന്ന് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റില്ലേ? കാവൽ നിരക്ക് തൊടാൻ പറ്റുമോ? ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ എവിടെ പോയി? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിലും പറയാനുള്ളത്, പറഞ്ഞാൽ സംഭവിപ്പിക്കുന്ന, കൽപ്പിച്ചാൽ സ്ഥാപിതമാക്കുന്ന ദൈവത്തിൻ്റെ കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ പ്രഭാതത്തിലും നീട്ടുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ഈ ദൂത് ഏറ്റെടുക്കട്ടെ. ആർക്കും ധൈര്യത്തോടെ പറയാം, എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി നീട്ടും. ഞാനത് വിശ്വസിക്കുന്നു. അതിനെ തടയാൻ ലോകത്തിലൊരു ശക്തികൾക്കും സ്വാധീനങ്ങൾക്കും അധികാരങ്ങൾക്കും ദേശാധിപതികൾക്കും സാധ്യമല്ല. ഞാനത് വിശ്വസിക്കുന്നവർ ആ വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയാൻ തയ്യാറാകട്ടെ. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം വിളിച്ചു പറയുമ്പോൾ, എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അധ്യായമാണ്. വിശ്വാസത്തിൽ ജയിച്ച വിശുദ്ധന്മാരെ പരിശുദ്ധാത്മാവ് അവിടെ ചൂണ്ടിക്കാണിച്ചു. തോറ്റ ആരുടെയും പേരവിടെ എഴുതിയിട്ടില്ല. സിംഹങ്ങളുടെ വായടച്ച തീയുടെ ബലത്തെ കെടുത്തിയ, ഹല്ലേലൂയ, പ്രയാണം ചെയ്ത വാളിൻ്റെ വായ്ക്ക് തെറ്റിയൊഴിഞ്ഞ, സധൈര്യം പ്രതിസന്ധികളെ നേരിട്ട ഒരു പറ്റം വിശ്വാസ വീരന്മാർ, അവരുടെ ത്യാഗങ്ങൾ ഒക്കെ, ആ അധ്യായങ്ങളിൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചവർ, ദൈവത്തോട് കൂടെ നടന്നവർ, ദൈവത്തിൻ്റെ ശബ്ദത്തിന് കതോർത്ത് അതുപോലെ ചെയ്ത ഭക്തന്മാരുടെ നീണ്ട നിര അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും നമ്മുടെ അകത്ത് ആദിവിശുദ്ധ വിശ്വാസം കത്തിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതുവരെ കാണാത്ത കാര്യങ്ങൾ നടപ്പിലാകും. ഇല്ലാത്തത് ഉളവായി വരും. ചിലത് സൃഷ്ടിക്കപ്പെടുന്ന പകൽക്കാലമാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് ദൂത് ഏറ്റെടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും വെളിപ്പെട്ടു വരാൻ പരിശുദ്ധാത്മാവിന് പ്രസാദമുണ്ട്. ഹല്ലേലൂയ. വളരെ സുപരിതമായ വാക്യം. ഒത്തിരി പ്രസംഗങ്ങൾ നാം കേട്ട് കഴിഞ്ഞ അതേ ഭാഗത്തിൽ നിന്ന് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു.
അപ്പോസ്തലപ്രവൃത്തി 12:7 പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണു. 7 ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ പ്രാർത്ഥിച്ചു. ചരിത്രമൊക്കെ നമുക്കറിയാം. ഹെരോദ്യ ശക്തികൾ അല്ലെങ്കിൽ ഹെരോദ്യ അധികാരങ്ങൾ പത്രോസിനെ തകർക്കാൻ പോകുന്നതിൻ്റെ മുമ്പുള്ള രാത്രിയിൽ, തലേ രാത്രിയിൽ ബന്ധിക്കപ്പെട്ട പത്രോസ്, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട പത്രോസ്, ഉറക്കെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിലായിരുന്ന പത്രോസ് അവിടെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു സമൂഹത്തെ, സഭയെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കി നിർത്തിയിരുന്നു. കാരണം ഇതിനു മുമ്പ് അനേകയിടത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച, ദൈവസാന്നിധ്യം അനുഭവിച്ച പത്രോസേ, ഒരു നിർണയ ഘട്ടം വരുമ്പോൾ, നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ചില അന്തരീക്ഷങ്ങൾ സംജാതമാകുമ്പോൾ, അവിടെ നിനക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു സമൂഹത്തെ ഒരുക്കി നിർത്തും. ദൈവത്തിൻ്റെ ആത്മാവിന് തൻ്റെ ജനത്തെ നോക്കി പറയാനുള്ള സന്ദേശം, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വേദനയുടെ പാരമ്യത്തിൽ ഗദ്ഗതങ്ങൾ, തകർച്ചകളുടെ ആഴങ്ങൾ, ഒരു വാക്കെടുത്ത് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, അവിടെ പരിശുദ്ധാത്മാവ് ചിലരെ പ്രാർത്ഥിക്കാൻ ഒരുക്കും. നോക്കൂ, ഇനി നമ്മുടെ ചിന്ത 7 തുടക്കം ശ്രദ്ധിക്കണമേ. പെട്ടെന്ന് സഭ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ, കുടുംബങ്ങളെ നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥതയണച്ച് ദൈവവും ഭാഗം മുട്ടുകുത്താൻ തയ്യാറാണെങ്കിൽ, പെട്ടെന്ന് ഒരു ദൂതൻ അവിടേക്ക് വരികയാണ്. ദൂതനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. അധികാരങ്ങളും സ്വാധീനങ്ങളും തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാവൽ നിരകളുടെ നീണ്ട നിരകളുണ്ട്. പക്ഷേ അവർക്ക് ചലിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കിയത് അധികാരമുള്ളവനാണ്. ജനത്തിൻ്റെ പ്രാർത്ഥന ദൂതനെ കാരാഗ്രഹത്തിലേക്ക് പെട്ടെന്ന് വിടുന്നത് പോലെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ, ലോകം പറഞ്ഞു പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ, കൂട്ടുകാരും കുടുംബക്കാരും പറഞ്ഞു ഇനിയും ഈ വിഷയം വെളിച്ചം കാണത്തില്ല, അതിനുള്ള സാധ്യതകൾ അടഞ്ഞു എന്ന് പറയുമ്പോൾ, പെട്ടെന്ന് ഒരു ദൂതനെ സ്വർഗമയക്കുകയാണ്. പ്രാർത്ഥിച്ചിരുന്ന, പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്ന, മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശക്തിയാൽ മൂവ് ചെയ്ത പത്രോസേ, നിനക്ക് വേണ്ടി എങ്ങും ആർക്കും ചെയ്തിട്ടില്ലാത്തതുപോലെ ചില ദൈവപ്രവർത്തികൾ ഇതേ രാത്രിയിൽ ദൈവത്തിന് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കൂ. സ്വാധീനങ്ങൾ ശക്തമാകട്ടെ. പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് പൂട്ടിട്ടെ. ഹല്ലേലൂയ. ഒരു കാരണവശാലും അധികാരത്തിൻ്റെ ശക്തികൾ നിന്നെ വെളിച്ചം കാണിക്കത്തില്ലെന്ന് പറയുന്ന വിഷയമാകട്ടെ, പരിശുദ്ധാത്മാവ് അവിടുത്തെ പ്രവൃത്തി അയക്കാൻ ഒറ്റ രാത്രി മതി കേട്ടോ. സഭയുടെ പ്രാർത്ഥന രാത്രിയിൽ വെളിച്ചമായി ഇറങ്ങുകയാണ്. ഇന്നു പകൽ ചില ഇരുളിനെ മാറ്റാൻ, എൻ്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ, ബന്ധിക്കപ്പെട്ട ചിലതിനെ സ്വാധീന വലയത്തിൽ കിടക്കുന്ന ദൂതൻ്റെ സ്വാധീനത്തിൽ, അധികാരങ്ങളുടെ സ്വാധീനത്തിൽ, നിയമങ്ങളുടെ സ്വാധീനത്തിൽ, അന്ധകാര മണ്ഡലങ്ങളുടെ സ്വാധീനത്തിൽ നട്ടം തിരിയുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ, പുറപ്പെടുവിക്കാൻ, ദൈവമേൽപ്പിച്ച ദൗത്യത്തിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് അവിടുത്തെ ദൂതനെ അയക്കുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഈ സന്ദേശം ഏറ്റെടുക്കൂ. നാളുകൾ പ്രാർത്ഥിച്ച നിങ്ങൾ, ഉപവസിച്ച നിങ്ങൾ, ആരാധനയ്ക്ക് പോയ നിങ്ങൾ, ഒരു നിർണയ ഘട്ടം വരുമ്പോൾ തകർക്കപ്പെടാൻ അനുവദിക്കുന്ന ദൈവമല്ല, ദൈവത്തിൻ്റെ പ്രോമിസുകൾ, വചനത്തിൻ്റെ ആഴങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരേണ്ടതുണ്ട്. നാളുകൾക്ക് മുമ്പ് കേൾപ്പിച്ച ദൈവശബ്ദമുണ്ട്. അത് കാരാഗ്രഹത്തിൽ അസ്തമിക്കാനുള്ളതല്ല, അത് പൊട്ടക്കുഴിയിൽ
തീരാനുള്ളതല്ല. യെസ്, അത് പൊത്തിഫറിന്റെ മുമ്പിൽ അടിയറ വെക്കാനുള്ളതല്ല. ഹല്ലേലൂയ. ഫറവോന്റെ കാരാഗൃഹത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടാനുള്ളതല്ല. ദൈവിക ദർശനങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളുമെന്ന് പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ നോക്കി ശക്തമായി സന്ദേശം അറിയിക്കുന്നു. പെട്ടെന്ന് ദൂതൻ വരികയാണ്. പെട്ടെന്ന് ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൂതൻ കണ്ടോ, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ദൂതൻ വന്നാൽ വെളിച്ചം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അറയിൽ ഒരു വെളിച്ചം ശോഭിക്കുക, ദൈവ സാന്നിധ്യം ഇറങ്ങുക. നീ കിടക്കുന്ന ഇടത്ത്, നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത ഇടത്ത്, സംസാരിക്കാൻ കഴിയാത്ത അതേ സ്ഥലത്ത്, എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അതേ സ്ഥലത്ത് ദൈവത്തിൻ്റെ ആത്മാ വിളിച്ചു പറയുന്നു, ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങാൻ പോകുകയാണ്. ലോകം കൈവിട്ട ഇടത്ത്, ലോകക്കാരും കൂട്ടുകാരും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചർച്ചക്കാരും തള്ളുന്ന ഇടത്ത്, തള്ളാത്ത ദൈവ സാന്നിധ്യം, മാറാത്തതും മറക്കാത്തതുമായ ദൈവ സാന്നിധ്യം, യെസ്, ഇരുട്ടിനെ മാറ്റുന്ന ആ വലിയ വെളിച്ചം ഇന്ന് പകൽ വെളിപ്പെട്ടു വന്നാൽ നീ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചിലതിനെ തട്ടി ഏലിയാവേ, നീ ശുഷ്കാന്തിയോടെ ഓടിയ മനുഷ്യനാണ്. നിന്റെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടം വരുമ്പോൾ നിന്നെ അവിടെ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. സോ ദൂതനെ അയച്ചു നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് അടുത്ത തലത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുപോകാനുണ്ട്. പത്രോസേ, അടുത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകാനുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ അനേകടത്ത് പറയാനുണ്ട്. ദൈവശക്തിയെപ്പറ്റി പ്രഘോഷിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ അസ്തമിപ്പിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഈ സന്ദേശം ഏറ്റെടുക്കട്ടെ. അവൻ്റെ വിലാപ്പുറത്ത് തട്ടിയപ്പോൾ ചങ്ങലകൾ അഴിയുക. യെസ്, ഒരു മനുഷ്യനും അഴിക്കാതെ ബാന്ധവങ്ങളെ പൊട്ടിച്ചെറിയുന്ന ദൈവസാന്നിധ്യം ഈ പകൽ ചിലരെ ടച്ച് ചെയ്യുക. നാളുകൾ തടവറയിലായിരിക്കുന്നത് പോലെ ചില വിഷയങ്ങളെ ദൈവാത്മാവ് കണ്ടുകൊണ്ട് പറയുന്നു, അവിടുത്തെ സ്പർശനം നിങ്ങളുടെ മേൽ വരിക. പൊട്ടേണ്ടത് പൊട്ടും, അഴിയേണ്ടത് അഴുകും, താഴെ വീഴേണ്ടത് താഴെ വീഴും. എല്ലാവരുടെ മേൽ നിന്നും ചങ്ങലകൾ അഴിഞ്ഞു വീണു എന്ന് നമ്മൾ മറ്റൊരിടത്ത് വായിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ, പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേറ്റാൽ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വരും. പെട്ടെന്ന് അത് സംഭവിക്കും. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി, പെട്ടെന്ന് ദൂതനിറങ്ങി. ഇന്ന് പകലത് സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ പെട്ടെന്നുള്ള ചില ദൈവപ്രവൃത്തികൾ കർത്താവ് വെളിപ്പെടുത്തുന്നു. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുന്നു. വലിയ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ അവിടുന്ന് നൽകിയിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി നിർണായക ഘട്ടത്തിൽ പെട്ടെന്ന് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി, ദൈവ സാന്നിധ്യം, യെസ്, അഴിക്കുന്ന ദൈവശക്തി, യേശുവിൻ്റെ നാമത്തിൽ പുറപ്പെടുവിക്കുന്ന ദൈവശക്തി ഇന്ന് പകലും വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അംഗീകരിക്കുക യേശുവിൻ നാമം തന്നെ. ആമേൻ. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം പെട്ടെന്ന് ചില പ്രവർത്തികൾ ചെയ്യും. ആമേൻ പറയാൻ തയ്യാറാകൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.